ആദ്യം ഞാൻ സ്വാമിജിയിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ജുനാഖാഡയിൽ മഹാമണ്ഡലേശ്വർ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ട ആ സമയം മുതലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഹൈന്ദവ മുന്നേറ്റത്തിന് നമ്മുടെ കേരളം സാക്ഷിയാവുന്നത്. ഒരു വലിയ സന്യാസി യാത്ര പ്രിയപ്പെട്ട പ്രേക്ഷകർ ജനൻ ടി വിയിലൂടെ അത് സശ്രദ്ധം കണ്ടു കാണും. സ്വാമിജി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സ്വാഗതം സ്വാമിജി ഈ ഡിബേറ്റിലേക്ക്. ആദ്യം, എത്രത്തോളം വലിയ സ്വാധീനമാണ് മഹാമാഘ മഹോത്സവം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൽ നമുക്കിവിടെ വരുന്ന ആളുകളുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ തരം ജനവിഭാഗങ്ങളിലേക്കും ഇതിൻ്റെ ഒരു സന്ദേശം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളിൽ പോലും ഇതിൻ്റെ ഒരു സന്ദേശം. അപ്പോൾ കാനഡയിൽ നിന്നും US-ൽ നിന്നും റുവാണ്ടയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് ഒക്കെ മലയാളികൾ ഇതിനു വേണ്ടി മാത്രം, മാഘത്തിന് വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ദക്ഷിണ ഭാരതത്തിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന് ധാരാളം അവിടുത്തുകാരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. കുറച്ച് ഉത്തരഭാരതത്തിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. വളരെ വളരെ കുറച്ച് വിദേശികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്ദേശം വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 2-3 പരിമിതികൾ ഈ കാര്യങ്ങളുടെ ഭാഗമായിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മളിതിൻ്റെ തുടക്കം കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇതൊന്ന് തുടങ്ങി വയ്ക്കുക, ആളുകളെ അറിയിക്കുക എന്നുള്ള നിലയ്ക്കാണ് ചിന്തിച്ചിരുന്നത്. നമ്മളൊരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 5000 പേര് വരാം. അവസാന നിമിഷമൊക്കെ ആകുമ്പോഴേക്കും അതൊരു 10-50,000 പേരിലേക്കൊക്കെ എത്താം. അതിൻ്റെ നമ്മുടെ ഒരു കൂടുതലാക്കണം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഒരു 10,000 പേരിൽ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കടന്ന് ലക്ഷങ്ങളിലാണ് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വരവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ, അതായത് ഒരു 3 ആഴ്ച കൊണ്ടാണ് ഇതിൻ്റെ മുഴുവൻ സംഘാടനവും നടന്നിരിക്കുന്നത്. ഇവിടെ പ്രദേശവാസികളായ ഒരു 5-10 പേരുടെ മുൻകൈയിലാണ് എല്ലാ സംഘാടനവും നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര വലിയ ഒരു ജനസഞ്ചയത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു സജ്ജീകരണങ്ങളും സത്യത്തിൽ ഇവിടെ ഇല്ല. അതിന് സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ പല സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ മോഹൻജി ഫൗണ്ടേഷൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അവർ അതിനനുസരിച്ചിട്ട് ഉയർന്ന് സേവയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് വിട്ടിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു സംഗതി, ഇത്രയും വലിയൊരു സംഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. രണ്ടാമത്, ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ പരിമിതമായിട്ടുള്ള തലവിലാണെങ്കിലും കുറേ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ പലതരത്തിലുള്ള സഹകരണവും നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാവിയിൽ ഇത് വലുതാവാം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളതിൻ്റെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയല്ല. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ആലോചിക്കുന്ന ഘട്ടത്തിൽ നവംബറിൽ തന്നെ കളക്ടർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ സഹകരണം തേടിക്കൊണ്ടുള്ള കത്ത് കൊടുത്തു. എന്നാൽ അതിനോട് തീർത്തും നിഷേധാത്മകമായിട്ടുള്ളൊരു സമീപനമാണ് കളക്ടർ കൈക്കൊണ്ടത്. ആദ്യഘട്ടത്തിലൊക്കെ ഞങ്ങൾ വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്യാം, നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയത്ത് പോലും യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ലാതെ അവസാനം ഒരു 4 ദിവസം മുമ്പ് ഒരു സ്റ്റോപ്പ് മെമ്മോ തരികയാണ് ഉണ്ടായത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ രീതിയിലുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിലും, അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നേരത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിന് പോലും ഒരു ആഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് പറയുകയും ചെയ്തു. അതായത് ഇവിടെ എന്തൊക്കെ തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ആ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ഉത്തരവാദി ഇന്നത്തെ സാഹചര്യത്തിൽ ജില്ലാ കളക്ടറാണ് എന്ന് നമുക്ക് പറയേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ആളുകൾക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഔദ്യോഗിക സംവിധാനങ്ങളുമൊക്കെ ആയിട്ട് നമ്മളിപ്പോഴും സഹകരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത്രയും ആളുകൾ വരുന്നു എന്നുള്ളതുകൊണ്ട് അവർ നിർബന്ധിതരായിട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കാര്യം പലതരത്തിലും നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരുടെ ഇതുണ്ട്. നമ്മൾ പരമാവധി അവരുമായിട്ട് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ദേശീയതയുടെ ഒരു വലിയ ശംഖൊലി കൂടി മുഴങ്ങുകയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന്. സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ കൂടി നമുക്ക് ഈ ഹൈന്ദവ കൂട്ടായ്മയെ വിശേഷിപ്പിക്കണം, അല്ലേ സ്വാമിജി?
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ മാഘത്തെ മുന്നോട്ട് വയ്ക്കുന്നത് ധർമ്മത്തിനായി, ഭാരതത്തിനായി എന്നുള്ളതാണ്. കാരണം ഭാരതത്തിൻ്റെ പേരിലുള്ള ഏക നദിയാണ് ഭാരതപ്പുഴ. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഒരു വിഘടനവാദത്തിൻ്റെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രയാഗിലുള്ളത് പോലെ മാഘാചരണം പൂർണ്ണതോതിലുള്ള ഏക സ്ഥലം, രണ്ടാമത്തെ സ്ഥലം തിരുനാവായിയാണ്. അപ്പോൾ അങ്ങനെ അത്രയും പ്രാധാന്യം ഭാരതമെന്ന ഒരു സാംസ്കാരിക ദേശീയതയിൽ ഈ ദക്ഷിണ ഭാഗത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ധാരയിലേക്ക് ഇതിനെ കോർത്തിണക്കുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഋഷികേശിൽ നിന്ന് നമ്മളൊരു സ്പെഷ്യൽ ട്രെയിൻ എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കിയിരുന്നു. പക്ഷേ അത് ഒറ്റ ട്രെയിൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാനുള്ള എന്തുകൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും 2 ട്രെയിൻ, അത് വാരണാസിയിൽ നിന്നും ഋഷികേശിൽ നിന്നും ഓരോ ട്രെയിനുകളായിട്ടാണ് അവസാനം നമുക്ക് അനുവദിച്ചത്. പക്ഷേ അത് അനുവദിച്ചത് ഏറ്റവും അവസാന സമയമായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അത് സന്യാസിമാരെ, കാരണം ട്രെയിനിൻ്റെ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ നിലനിന്നിരുന്നു എന്നുള്ളത് കൊണ്ട് അത്ര സന്യാസിമാരുടെ രീതിയിൽ അവിടെ അറിയിപ്പിന് ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിനിൽ എത്ര പേരാണ് ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അതൊരു തുടക്കമാണ്. ഉത്തരേന്ത്യയിലെ ആചാര്യന്മാർ ഇവിടേക്ക് വരുന്നു, ഇവിടെ നിന്നുള്ള സാധകരും മറ്റുള്ളവരൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ആ പരസ്പര ബന്ധത്തിൻ്റെ ശങ്കരാചാര്യരുടെ സമാധി സ്ഥലമാണ് ഋഷികേശിനടുത്ത കേദാർ. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ഋഷികേശ്. അവിടെ നിന്ന് ശങ്കര ജന്മഭൂമിയിലേക്ക്, അതായത് ആ കാലടിക്കടുത്ത എറണാകുളം വരെയാണ് ആ ട്രെയിൻ വരുന്നത്. അപ്പോൾ അതിൽ ഇത്തവണ വലിയൊരു സംഖ്യ എന്നുള്ളതല്ല, കുറച്ച് സന്യാസിമാരൊരു പ്രാതിനിധ്യം അവിടെ നിന്നുണ്ടാവും. അത് വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായി വരും.